പോണ എന്താ എന്തുണ്ട് വിശേഷം? അമ്മായിപ്പനല്ലേ? മണി മണി അമ്മായിപ്പൻ. ഓമന പേരാ മണി. പ്രകാശ്. ഒന്നും അറിയണ്ട. എനിക്കറിയാവുന്നതിൽ അത്രയും വേറെ അജി ചേച്ചിക്ക് പോലും അറിയത്തില്ലായിരിക്കും. എന്താണ് കളിയാ വിശേഷം? കാര്യം തുറന്ന് പറ. പിന്നെ അതിൻ്റെ ആ കേബിൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ടി വി കൊടുക്കുന്ന കേബിളുണ്ട്. എടുക്കുക, ഇപ്പം എടുക്കുക, മനസ്സിലായി? ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര ഹൈ ഫോക്കസ് ഉള്ള സാധനം. അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. കണ്ടോ? പിന്നെ പോസ് മാറ്റി ചോളയിലോട്ട് ഒരാളെ ചോള വേണ്ടേ? ഇത് മതിയാ? ഫോട്ടോഗ്രാഫർമാർ എനിക്ക് നിങ്ങളുടെ മുഖം കാണാത്ത അതൊക്കെ ഈ കല്യാണമൊക്കെ നിങ്ങൾ നല്ല ഫോട്ടോ എടുക്കും. ഇനി കാര്യമാ. മോടെ പേരെന്തോ? ഉറക്കെ പറയട്ടെ. മോനിഷ. ഇതെന്റെ ആരാ? ചേട്ടനോ? പിന്നെ ആരാടി? കൊച്ചനെ പറ. ഭർത്താവോ? എന്തിനായി ഒളിച്ചോടി വന്നേ? ഇത് വെച്ചാൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറ. ഇത് എൻ്റെ അനന്തരം, അതെൻ്റെ മോള്. ഇയാളുടെ സ്ഥലം എവിടെ? എൻ്റെ സ്ഥലം പിന്നെ പത്തനംതിട്ട. പത്തനംതിട്ട എവിടെ? പത്തനംതിട്ട വാഴമുട്ടം. എന്താ ജോലി? എന്തുവാ? ഞാൻ വക്കീല. എവിടുത്തെ വക്കീല്? പത്തനംതിട്ട. പറയുക. വീട്ടിന്റെ മുമ്പിൽ ഒരു വക്കീൽ ബോർഡ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ല ഓഫീസിൽ ഇല്ല, പോർട്ടിലല്ലേ? പണിയൊന്നുമില്ല. കേസില്ല വക്കീല. കേസില്ല വക്കീല. ഈച്ച അടിച്ചോണ്ടിരിക്കുകയാണ്. താങ്കൾ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് എവിടുന്നാ? മാവേലിക്കര. മാവേലിക്കര എവിടെ ആയിട്ട് വരും? അത് കൊയ്പ്പള്ളിക്കാരായ്മ. ഓരോ അമ്പലത്തിന് അടുത്ത് വരും. അതെ. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. മൂത്തത് ആൺകുട്ടിയോ പെൺകുട്ടിയോ? മൂത്ത പെൺകുട്ടി. പേരെന്താ കുട്ടിയുടെ? ഗൗരി. ഗൗരി എന്നിടാനുള്ള കാര്യം എന്ത്? അത് പഴയ പേരാണല്ലേ? അത് എൻ്റെ ഒരു താല്പര്യപ്രകാരം കേട്ടോ. നിങ്ങളുടെ മോനെ ഡിമ്പിൾ നിന്നും ഡിമ്പിൾ നിന്നിട്ട് എന്താ? ഈ ജില്ലയിലാണ് ഇങ്ങനൊരു പേര് വരുന്നത്. ഈ ജില്ല വിട്ട് അമ്മ അതിനകത്ത് അനുഭവിക്കുന്നുള്ളത് അറിയാം. ഉച്ചരിക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് താങ്കൾ ഉച്ചരിക്കണമെന്നല്ല, എവിടെ പോയാലും ഒരു പ്രാവശ്യം എഴുതിയിട്ടാ മതി മേലിനകത്ത്. അതെ. ഇത് എങ്ങനെ അടുപ്പിച്ച ഇത്ര ഇന്റർവ്യൂ ചെയ്ത ആളല്ലേ ഓൾറെഡി. ഇതാരാന്നറിയാം? ചെറുക്കൻ്റെ അച്ഛൻ.
ഇതാരാന്നറിയോ? എടുക്കടാ, ഇതെല്ലാം റെക്കോർഡാ, മൊത്തം റെക്കോർഡാ തന്നെ കൊടുക്കുന്നുണ്ട്. ആ അജയ് മാറ്റിട്ട് അജയ് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ശരിയാകത്തില്ല. അജയ് വരുന്നില്ലയോ? 70 നിന്റെ പേരെന്തോടാ? 70 നിന്റെ പേരെന്തുവാ? വിഷ്ണു. വിഷ്ണു. എൻ്റെ അമ്മയുടെ പേര് അനിത. അനിത. അനിത എൻ്റെ ആരാന്നറിയാം? അനിയത്തി. അനിയത്തി? പെങ്ങള് 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 അല്ലേ? പെങ്ങള്. എന്നെക്കാൾ മൂത്താണ്ടോ നിന്റെ അമ്മ? അനിയത്തിയല്ല. എൻ്റെ അച്ഛൻ എന്ത്? അത് വണ്ടി പോയി. വണ്ടി പോയി. രമണൻ. എൻ്റെ മെസ്സേജ് കിട്ടാറുണ്ടോ? നീ അന്നോ നിൻ്റെ അച്ഛനാണോ വായിക്കുന്നത്? അച്ഛനാണോ? അച്ഛനാണോ മെസ്സേജ് വായിക്കുന്നത്? ഇന്നും അയച്ചിട്ടുണ്ട്. കിട്ടിയോ? ഇന്നും അയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. എൻ്റെ മറ്റേ നമ്മുടെ പിന്നെ കുഞ്ഞാനെത്തി, മറ്റേ ആശിച്ചിട മൻ വീട്ടിൽ പോയി. ശരി. ഇങ്ങനെ നിന്റെ സ്വന്തം മാമനാണ് കണ്ടിരിക്കുന്നത്. ഇടാ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ അപ്പണോ ഇങ്ങനെ ബാ നിനക്ക് എന്തൊരു നാണം? ഇത് പ്രായമായപ്പോഴെന്നുള്ളതാണ്. ഓ നരയൊക്കെയായി മോളെ നിനക്ക്. എനിക്കൊരു വിഷമമില്ലല്ലേ, എനിക്ക് വിഷമമില്ലല്ലേ. നീ മുതുക്കിയായി. ആയിക്കോട്ടെ. മോളോട്ട് എവിടെ അയച്ചോടോ? അത് എന്തിനോട്ട് നോക്കാൻ? ഈ താഴോട്ട് നോക്കുക. ഞാൻ എന്നോട് അറിയാം. ഇതായി എടുക്കുന്ന സാധനം. അതിപ്പോ ഈ 2 ആഴ്ച കൊണ്ട് വളരെ മോശമായിരിക്കും. ആരെ എവിടെ അതിനെന്തോ ഇതിന് മോശമാകണ്ടേ? അമ്മായിമ്മയൊക്കെ ആയിട്ട് ഇനിയും കൊച്ചുമക്കളും അതൊരു സൗഭാഗ്യമല്ലേ. മറ്റേ നമ്മുടെ പിന്നെ കുഞ്ഞാനെത്തി, മറ്റേ ആശിച്ചിട മൻ വീട്ടിൽ പോയി. ശരി. ഇങ്ങനെ നിന്റെ സ്വന്തം മാമനാണ് കണ്ടിരിക്കുന്നത്. ഇടാ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ അപ്പണോ ഇങ്ങനെ ബാ നിനക്ക് എന്തൊരു നാണം? ഇത് പ്രായമായപ്പോഴെന്നുള്ളതാണ്. ഓ നരയൊക്കെയായി മോളെ നിനക്ക്. എനിക്കൊരു വിഷമമില്ലല്ലേ, എനിക്ക് വിഷമമില്ലല്ലേ. നീ മുതുക്കിയായി. ആയിക്കോട്ടെ. മോളോട്ട് എവിടെ അയച്ചോടോ? അത് എന്തിനോട്ട് നോക്കാൻ? ഈ താഴോട്ട് നോക്കുക. ഞാൻ എന്നോട് അറിയാം. ഇതായി എടുക്കുന്ന സാധനം. അതിപ്പോ ഈ 2 ആഴ്ച കൊണ്ട് വളരെ മോശമായിരിക്കും. ആരെ എവിടെ അതിനെന്തോ ഇതിന് മോശമാകണ്ടേ? അമ്മായിമ്മയൊക്കെ ആയിട്ട് ഇനിയും കൊച്ചുമക്കളും അതൊരു സൗഭാഗ്യമല്ലേ. ആ അച്ഛാ, അമ്മ എന്ത് ചെയ്യാ അച്ഛാ? അവിടെ ബിന്നുവിൻ്റെ അടുത്തുണ്ടോ? ആ അല്ല, ഞാൻ പിന്നെ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് അമ്മയ്ക്ക് പിന്നെ വല്യമ്മച്ചിയോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു.
ആ ശരി ശരി. നമ്മളിത് പോയാനി പോരില്ല. അവിടെ വിളിച്ചോണ്ടോ? ഇല്ല, ആരൊന്നും പോകത്തില്ല, അതൊന്നും പോകത്തില്ല. തെരൂർ പള്ളി 10 നമ്മൾ വരുന്ന വിളിച്ചു. ആ പിന്നെ എടാ മിനു, പിന്നെ അമ്മയുണ്ടോ അവിടെ? അമ്മയുണ്ടോ? ആ ഞാനാ മനുവാടാ. ആ അമ്മയുണ്ടോ? അമ്മയുടെ ഒന്ന് കൊടുത്തേ, വല്യമ്മച്ചേടെ കൊടുക്കാൻ വേണ്ടി. ആ അമ്മ വല്യമ്മച്ചേടെ കൊടുക്കാൻ വേണ്ടിയാ ഞാനിവിടെ നിൽക്കുക. വല്യമ്മച്ചേടെ കൊടുക്കാൻ വേണ്ടിയാ. ഓ ചാത്തൻ്റെ വല്യമ്മച്ചേടെ കൊടുക്കാൻ വേണ്ടിയാണ്. അമ്മേ ഞാൻ വല്യമ്മച്ചേടെ ഫോൺ കൊടുക്കാം. വല്യമ്മച്ചേടെ ഫോൺ കൊടുക്കാം. ആ ഫോൺ കൊടുക്കാന്ന് അല്ലാതെ കൊടുക്കാൻ വേണ്ടി എന്താ? ഹലോ. ഒന്നും പറയുന്നില്ല, വിശേഷമൊന്നുമില്ല. ഓ ഓ ഓ ഉത്സവം. ഓ ഉത്സവത്തിന് വരുന്നത് അങ്ങനെ? ഉത്സവത്തിന് എങ്ങനെയാ വരുന്നേ? ആ അനിയൊക്കെ വന്ന്. ഇല്ല, ഒരു കഞ്ഞി കാലത്തേ പോവും. വേണുവില്ല, വേണുവിന് അവിടെ പരിപാടിയുണ്ട്. ഓ അമ്മേ അല്ലേ പിന്നെ ഞാൻ നാട്ടാ എന്തോ? ആ വരും 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 വരും. മറ്റേ മനു അല്ലമ്മേ, പിന്നെ വേറെ ആളുണ്ട്, പിന്നെ വേറെ പിന്നെ നമ്മുടെ വിനോദുണ്ട്. വിനോദുണ്ടമ്മേ, പിന്നെ വല്യമ്മച്ചോട് സംസാരിക്കുകയാണെങ്കിൽ വല്ലതും സംസാരിക്കേ. ആ ശരി ശരി, ആ നാട്ടെ. എന്നാ പിന്നെ വേണ്ട. ഇതാണ് ഇങ്ങനെ ഒത്തിരി ഒരുപാട് ഞാനായിരിക്കും. കുഴപ്പമില്ല, ഇത് എടുക്കാം. പെട്ടെന്ന് തിരിക്കരുത്, പെട്ടെന്ന്. അങ്ങോട്ട് നടന്നേ, അങ്ങോട്ട് അങ്ങോട്ട്. ആ
ജസ്റ്റ് കാണിക്കാം. ഇത് രണ്ടും എന്നാ വല്യമ്മച്ചി എന്താണ് വല്യമ്മച്ചി എന്നെ കുഞ്ഞിനെ മുതൽ പിന്നെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളല്ലേ? വലിയ സംസാരിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കാം. എന്തോ സംസാരിക്കാനാ? വല്യമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ എൻ്റെ അമ്മയാണോ? എൻ്റെ അമ്മയെ വളർത്തിയ വല്യമ്മച്ചി ഇല്ലയോ? എത്രാമത്തെ വയസ്സിലാ വല്യമ്മച്ചിക്ക് ജോലി കിട്ടുന്നത്? 22ാമത്തെ വയസ്സിൽ ജോലി കയറിയതാ. 22ാമത്തെ വയസ്സിൽ ജോലി കിട്ട്. പിന്നെ എവിടെ ജോലി കയറി? ആ സ്കൂളിൽ തന്നെ. ഏത് സ്കൂളാ? ചാത്തന്നൂർ SMV UPS സ്കൂളില്ല. ആ സ്കൂളിൽ ജോലി കയറിയിട്ട് പിന്നെ അന്ന് ഏത് തസ്തികയിലാ പിന്നെ വല്യമ്മച്ചി ജോലി? ഓ അന്ന് 48 രൂപയാ. അന്ന് ഏത് പിന്നെ ഇതാ ഗ്രേഡാ ഏത് ഗ്രേഡിലാ വല്യമ്മച്ചി ജോലി ചെയ്തേ? ഗ്രേഡില്. അന്ന് 48 രൂപ അല്ലയോ? അന്ന് ഈ പിന്നെ വീട്ടിൽ വരുമാനമൊന്നുമില്ല, പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇല്ലയോ? അമ്മയൊക്കെ കൃഷ്ണമ്മയൊക്കെ പഠിക്കുന്ന സമയം ഇല്ലേ? വല്യമ്മച്ച കൃഷ്ണമ്മയൊക്കെ പഠിപ്പിച്ചത് ഇല്ലേ? അല്ല പഠിപ്പിച്ചത് വല്യമ്മച്ചൊക്കെ ഇല്ലയോ? വല്യമ്മച്ച ഇല്ലയോ? ഞാൻ കോളേജിൽ പോകുമ്പോൾ പഠിപ്പിച്ചത് ഞാനാ.
ഈ പിന്നെ ഞങ്ങളുടെ അമ്മ ആഹാരം പോലും വെക്കാൻ അറിയായിരുന്നു അന്ന്. ഓ അതൊന്നും അവളടുക്കടയിലെങ്ങും കയറില്ലായിരുന്നു, അതിന് സമയമില്ല. അവിടുന്ന് അങ്ങ് ചാത്തിന് വരെ നടന്നു വരണ്ടേ, ദൂരമില്ലയോ, അല്ലാതെ അങ്ങ് വാഹനമൊന്നുമില്ല. അന്നേരം ഈ പിന്നെ വല്യമ്മച്ചി പിന്നെ വായിലൊക്കെ വാരി വെച്ച് കൊടുക്കുമായിരുന്നു. ഓ അതൊന്നും വേണ്ട, അത് തന്നെയൊക്കെ തിന്നുന്ന പ്രായമൊക്കെ ആയില്ല. എന്നാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഈ സ്നേഹപൂർവ്വം വല്ലതും ചെയ്യുമായിരുന്നു ഞങ്ങളുടെ പിന്നെ കൃഷ്ണമ്മയുടെ അടുത്ത്. വല്യമ്മച്ചി എല്ലാ രീതിയും ചെയ്ത് ഇല്ലേ? അവർക്ക് നന്ദിയുണ്ടോ വല്യമ്മച്ചിയോട്? ഉണ്ടോ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അല്ലാതെ ആരാ പറയുന്നത്? പിന്നെ കൃഷ്ണ പറയുന്നു വല്യമ്മച്ചിയാ എൻ്റെ അമ്മയെ പോലെ എന്ന് പറയുന്നു. ആ അമ്മയെ പോലെ എന്ന് പറയുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത എൻ്റെ ചേട്ടത്തിയല്ല എൻ്റെ അമ്മയാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വല്യമ്മച്ചിയോട് ഇങ്ങനെ ചോദിച്ചത്. വല്യമ്മച്ചി, നിങ്ങൾ ഈ പിന്നെ അമ്മാവനും ഒക്കെ ആയിട്ട് അമ്മാവന് പിന്നെ എത്രാമത്തെ വയസ്സിലാ പിന്നെ അവിടുന്ന് പോയി? അവിടുന്ന് പോയത് 27 വയസ്സെങ്ങാണ്ട് ഉള്ളപ്പോഴാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയത്. അമ്മാവൻ ഇങ്ങനെ കല്യാണം കഴിച്ച് അവിടുന്ന് പോവായിരുന്നോ അല്ലാതെ പോയിരുന്നു? കല്യാണം കഴിഞ്ഞ് പോരുന്നതായി ആയിരുന്നു. അതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മാവൻ പിന്നെ ഇവിടെ വേറെ മാറി താമസിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു, അവിടെ താമസിച്ച്. ഈ കല്യാണം കഴിക്കുന്നിടം വരെ പിന്നെ പുള്ളിക്ക് ജോലി ഉണ്ടായിരുന്നു? അതിനുമ്പേ ജോലിയായി. വല്യമ്മച്ചി പിന്നെ ഈ അമ്മാനേക്കാൾ മൂത്തല്ലേ വല്യമ്മച്ചി? ആണല്ലോ. വല്യമ്മച്ചി അമ്മാവനും പിന്നെ എന്തെങ്കിലും കാര്യത്തൊക്കെ ചെലവിന് കൊടുത്തിട്ടില്ലയോ? അതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുള്ളി പോയിട്ട് പിന്നെ വല്യമ്മച്ചി അന്ന് ഈ മാറ്റി താമസിക്കാൻ ഈ കൃഷ്ണമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? കൃഷ്ണമ്മയ്ക്ക് 20 വയസ്സ് കാണും. ഓ കാണത്തില്ല, 20 വയസ്സ് കാണത്തില്ല. അതിനേക്കാൾ കുറവായിരിക്കും. വല്യമ്മച്ചിക്ക് അതിനേക്കാൾ കുറവായിരിക്കും. കൃഷ്ണമ്മയ്ക്ക് അത്രയും വയസ്സ് കാണത്തില്ല. പിന്നെ വല്യമ്മച്ചിയാ കൃഷ്ണമ്മയെ വളർത്തിയതെല്ലാം ഇതാക്കി, അതുകൊണ്ട് അത്രയും വയസ്സ് കാണത്തില്ല. മുടി പിന്നി കൊടുക്കുകയും അതൊക്കെ ചെയ്യുന്നത് ഞാനായിരുന്നു. അവിടെ കറക്കുകയും മുടി പിന്നി വിരുത്ത് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാനായിരുന്നു. മുടി പിന്നെ എന്തൊക്കെയാ? അതൊക്കെ എന്തൊക്കെയാ? അത് മുടി കോതി കെട്ടി കൊടുക്കുക, പിന്നിടുക. ഇവർക്ക് ഇതൊന്നും പിന്നെ എൻ്റെ അമ്മ പിന്നെ കൃഷ്ണമ്മ ഇതൊന്നും ചെയ്യത്തില്ലയോ? അവള് തന്നെ ചെയ്യും. വല്യമ്മച്ചി ഇതെല്ലാം ചെയ്തു കൊടുക്കണം. അത് പിന്നെ അവര് മടിച്ചായിരുന്നു അന്ന് ഇല്ലേ? അല്ല, പഠിക്കുന്ന കാര്യത്തിൽ ഊർജിതമുണ്ട്, വേറെ ജോലികൾ ഒന്നും അങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. പഠിത്തമേ ഉള്ളായിരുന്നു. അന്നേരം പിന്നെ വല്യമ്മച്ചിയായിരുന്നു, അമ്മയെ പോലെ വല്യമ്മച്ചിയായിരുന്നു ഇല്ലേ? അമ്മയുടെ സ്ഥാനമായിരുന്നു ഇല്ലേ? എപ്പോഴും അമ്മയെ പോലെ സ്നേഹം ആ വല്യമ്മച്ചിയോട്, കൃഷ്ണമ്മയ്ക്ക്. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യം. പിന്നെ അവിടുത്തെ അപ്പൂപ്പനെ എത്ര വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്? 103-ാമത്തെ വയസ്സിൽ. 103. അപ്പൂപ്പൻ എത്ര ഭാര്യമാരായിരുന്നു? മൂത്താംകുടിയൊരു ഭാര്യ ഉണ്ടായിരുന്നത്, ശങ്കരപിള്ളയുടെയൊക്കെ അമ്മ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഭാര്യയാണ് നമ്മുടെ അമ്മൂമ്മ. അതിൽ 5 മക്കൾ ഇല്ലേ? എല്ലാം കൂടെ 5 മക്കൾ. അതിൽ 3 മക്കള്. അതിൽ 3 മക്കളുണ്ട്. 3 മക്കൾ, 2 പെണ്ണും ഒരാണും. അതില് പിന്നെ അപ്പൂപ്പനെ പറ്റി പിന്നെ വല്യമ്മച്ചിയുടെ അഭിപ്രായം എന്തോ? അപ്പൂപ്പനെ എങ്ങനെ വലിയ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അതോ? അല്ലാതെ എന്നാലും ഈ
കാണുമ്പോൾ നല്ല സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു അതോ ചുമ്മാതെ ഇങ്ങനെ ഓ അങ്ങനൊന്നുമല്ല. സ്നേഹം പ്രകടിപ്പിക്കത്തൊന്നുമില്ല? ആത്മാർത്ഥമായുള്ള സ്നേഹം. ഉം? ആത്മാർത്ഥമായുള്ള സ്നേഹം. അല്ല പിന്നെ അപ്പൂപ്പനെ അങ്ങനെ പിന്നെ വല്യമ്മച്ചിയൊക്കെ കാണുമ്പോൾ മോളെ മക്കളെ ഒക്കെ താലോലിക്കുമായിരുന്നു? ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു താലോലിപ്പൊന്നുമില്ല. ഇല്ല. അന്നേരം അങ്ങനൊന്നും സ്നേഹമില്ല, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ ഇല്ലേ? വല്യമ്മച്ചി പിന്നെ പിന്നെ വല്യച്ഛനുമായിട്ടുള്ള കല്യാണമൊക്കെ ആലോചിച്ചത് പിന്നെ അപ്പൂപ്പൻ തന്നെയാണ് ഇല്ലേ? എന്നിട്ട് അതൊക്കെ നടത്തിയതും അപ്പൂപ്പൻ തന്നെയാണ്. അപ്പൂപ്പൻ അന്നേരവും ഈ ആധ്യാത്മിക ജീവിതം. അമ്മൂമ്മ അന്നേരം എന്തായിരുന്നു, എവിടെയായിരുന്നു? അമ്മൂമ്മയായിട്ട് പിന്നെ എന്തായിരുന്നു വിരോധം? എന്താ അവരിതൊക്കെ തങ്ങളിൽ പിന്നെ വയസ്സായപ്പോൾ ഇച്ചിരി കെറുകെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊന്നും വിരോധമായിരുന്നല്ലേ അല്ലേ? വയസ്സാൻ കാലത്തൊന്നും നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തിരി പ്രായമായപ്പോഴൊക്കെ പിന്നെ അവര് തങ്ങളിൽ അത്ര യോജിപ്പില്ലായിരുന്നു. ഇല്ലായിരുന്നു അല്ലേ? അന്നേരം പിന്നെ ആദ്യത്തെ അമ്മയെ അറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പിന്നെ ആങ്ങള മരിച്ചുപോയി. അന്നേരം നിങ്ങളെല്ലാവരും പിന്നെ ഒന്നിച്ച് പിന്നെ കുമ്മലൂര് പിന്നെ ജീവിക്കുന്ന കാലം ഓർമ്മയുണ്ടോ വല്യമ്മച്ചിക്ക്? എല്ലാവരും കൂടെ, അതായത് വല്യമ്മാവനും അവര് അങ്ങ് ചാത്തന്നൂരല്ല. അല്ല വല്യമ്മാവൻ, അല്ല പിന്നെ ഈ വല്യമ്മാവനല്ല, ഈ പിന്നെ അയ്യപ്പനമ്മാവനും എല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന കാലം ഓർമ്മയുണ്ടോ? വല്യമ്മച്ചിയല്ലേ ഏറ്റവും മൂത്തേ? അതിന് അവര് പിന്നെ ആ സമയത്ത് വല്യമ്മച്ചി പറയുന്നതല്ല ഇവര് കേൾക്കുമായിരുന്നു. വല്യമ്മച്ചിയല്ലേ വന്ന് കാര്യം കേൾക്കും. അന്ന് എന്തൊക്കെ ആയിരുന്നു ആഹാരമൊക്കെ കഴിക്കുന്നത്? ആഹാരം എന്തൊക്കെ ഉണ്ടായിരുന്നു? അന്ന് ചക്കയും ചീനിയും ഒക്കെ അന്ന് പിന്നെ അയ്യപ്പമ്പിള്ള പിന്നെ എന്തൊക്കെയാ ഉണ്ട്? എന്താ പുള്ളിക്ക് വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടായിരുന്നു? പിന്നെ എങ്ങനെയാ നിങ്ങളെ ഇത്രയും പേരെ പോറ്റിയത്? അത് ഓല ഓലയൊക്കെ ഉടഞ്ഞു കൊടുത്തു ഒക്കെ പൈസയൊക്കെ ഉണ്ടാക്കിയാന്നോ പുള്ളി? നിങ്ങൾ ഇത്രയും പേരെ പോറ്റുന്നോ? പിന്നെ അത് ശരി. ഇത്രയും പേരെ പോറ്റാൻ ഓല മടഞ്ഞ പറ്റത്തില്ല? പറ്റുമോ? നാല് പേരെ പോറ്റാൻ പറ്റുമോ? അങ്ങനെയൊക്കെ അല്ലേ പോറ്റിയത്. വല്യമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അനിയത്തി ഏകകൃഷ്ണമേ അല്ലേ? ഏകകൃഷ്ണമേ ഇന്നും പിന്നെ വല്യമ്മച്ചിയോട് ഭയങ്കര സ്നേഹവും ആദരവുമുള്ള ആളാണ്. പിന്നെ വല്യമ്മച്ചി അങ്ങോട്ട് പോകുന്നില്ല അമ്പലത്തിന്? ഞാനാ പോകുന്നില്ല. ഇല്ലല്ലേ? അമ്പലത്തിലും പോകില്ല, ഒരമ്പലത്തിലും എങ്ങും പോകുന്നില്ല. ഞാനും പോകാറില്ല. എന്നാലും മലയാളപ്പുഴയൊക്കെ പോവില്ലയോ? പിന്നെ ഞാൻ എല്ലാ അമ്പലത്തിലും പോകും. ഉത്സവത്തിന് മാത്രം പോകത്തില്ല. അല്ലാതെ എല്ലാ അമ്പലത്തിലും പോകും. ആണോ? ആണോ? റെക്കോർഡ് ചെയ്യാം. എന്നാ ക്യാമറ പിടിക്കുന്നത് ടി വിയിലെ കാണുന്നില്ലേ? എൻ്റെ പേരെന്താ? പ്രവീൺ.
മോൻ്റെ വീട്ടുപേരെന്തുവാ? വീട്ടുപേരെന്തുവാ? പ്രീതി ഭവൻ. എവിടെയാ സ്ഥലം? ഫോൺ നമ്പർ എത്ര? 22 54 36. 22 54 36. പേരെന്ത്? എൻ്റെ പേരോ? പ്രവീൺ. അച്ഛൻ്റെ പേര്? അച്ഛൻ്റെ പേര് രതീഷ്. ഇങ്ങ് വാ ബാബാ.